ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പമ്പയിലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ മലയരയ മഹാസഭയ്ക്ക് മുന്നിൽ അനുനയ നീക്കവുമായി സംസ്ഥാന സർക്കാർ എത്തുന്നു. സംഘടന അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്നും സംഗമത്തിൽ പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം മന്ത്രി മലയരയ മഹാസഭയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അരുൺ കൊടുങ്ങൂർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നേരത്തെ പങ്കുവച്ചിരുന്നു. അരുൺ തുടരുകയാണ്. അരുൺ, ഈ 22-ാം തീയതി പന്തളത്ത് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു വിരാട ഹിന്ദു സംഗമം നടക്കാൻ ഇരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരും ഹൈന്ദവ വിശ്വാസികളും പന്തളത്തിൻ്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തും എന്ന വസ്തുത ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ മലയരയ മഹാസഭയ്ക്ക് പെട്ടെന്ന് കത്ത് നൽകുന്നു. പല ഹൈന്ദവ സാമുദായിക സംഘടനകളെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ എത്രത്തോളം വിജയിക്കും അരുൺ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഈ നിമിഷം പുറത്തു വരികയാണ്. ഈ മലയരയ മഹാസഭയ്ക്ക് പിന്നാലെ NSS, അതോടൊപ്പം തന്നെ SNDP ഇവരെ ഔദ്യോഗികമായി ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് തന്നെ നേരിട്ട് മറ്റന്നാൾ, അതായത് ഔട്ടം ദിനത്തിൽ NSS ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ ചേർത്തലയിലും എത്തി ഈ രണ്ട് ആളുകളെയും ക്ഷണിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതൽ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് പിന്നിലെ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ കാപട്യം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് നിലവിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ എത്തി നിൽക്കുകയാണ്. അതിനൊപ്പമാണ് ഇന്നലെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയത്. ശബരിമല സംരക്ഷണ സംഗമം എന്ന രീതിയിലാണ് ആ ഒരു പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. അത് പന്തളത്താണ്. നമുക്കറിയാം, ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് പന്തളത്ത്. അതോടൊപ്പം തന്നെ 2018 ശബരിമല പ്രക്ഷോഭ കാലത്ത് ആ ഒരു ആദ്യം സമരം തുടങ്ങി വെച്ചത്, നാമജപ ഘോഷയാത്ര തുടങ്ങി വെച്ചതും പന്തളത്തിന്റെ മണ്ണിൽ നിന്നാണ്. അതുപോലെ തന്നെ ഞാൻ അരുണിലേക്ക് തിരിച്ചെത്താം. മലയരയ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി PK സജീവ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PK സജീവ്, അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം മലയരയ മഹാസഭയുടെ ശക്തമായ നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിരുന്നു. അതായത് ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ 20-ാം തീയതി പമ്പാമണപ്പുറത്ത് ഇത്തരമൊരു സമ്മേളനം നടക്കുമ്പോൾ ശബരിമല കാനന ക്ഷേത്രത്തോട് അഭേദ്യമായ ബന്ധമുള്ള, അല്ലെങ്കിൽ ദേവസ്വം ബോർഡൊക്കെ ഈ ക്ഷേത്രം പിടിച്ചെടുക്കുന്നതിന് മുൻപ് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ഉൾപ്പെടെ തെളിയിച്ചിരുന്ന ഒരു സമൂഹം അവിടെ വന്ന് കാഴ്ചക്കാരായി നിൽക്കാൻ ഒരുക്കമല്ല എന്ന നിലപാട് താങ്കൾ വ്യക്തമാക്കിയതാണല്ലോ. അതിന് പിന്നാലെയല്ലേ ഇപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ കത്തയക്കുന്നു. മലയരയ മഹാസഭയുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ എത്തണം എന്ന ഒരു താല്പര്യം അവർ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഈ പുതിയ സംഭവ വികാസങ്ങളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീ PK സജീവ്? നമസ്കാരം. പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഞങ്ങളുടെ സമൂഹത്തിന്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ വിഷയം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ജനം ചാനലാണ്. ജനം ചാനലിന്റെ എല്ലാ സംഘാടകർക്കും വാർത്താ അവതാരകർക്കും അതിന്റെ ചുമതലയുള്ള ആളുകൾക്കും മലയരയ സമുദായത്തിന്റെ പേരിലുള്ള സ്വാമി ശരണം അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഇന്നലെ എന്നെ രാവിലെ വിളിച്ചത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് നാരായണവർമ്മ അവர்களാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം താങ്കൾ ജനം ചാനലിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അത് വളരെ നന്നായി. അങ്ങ് ഇതിനോടൊപ്പം ശക്തമായി നിലയുറപ്പിക്കണം. പന്തളം കൊട്ടാരം നിങ്ങളുടെ ഒപ്പമുണ്ടെന്നാണ് ആദരണീയനായിട്ടുള്ള നാരായണവർമ്മ എന്നോട് സംസാരിച്ചത്. അത് ഞാൻ രാവിലെ സഞ്ചരിക്കുന്ന സമയത്താണ് അദ്ദേഹം വിളിച്ചത്. പന്തളം കൊട്ടാരവും മലയരയ സമുദായവും ശബരിമലയുമായി അഭേദ്യമുള്ള രണ്ട് വിഭാഗങ്ങളാണ്. മലയരയ സമുദായം ആണ് ശബരിമല ക്ഷേത്രം നിർമ്മിച്ചതെന്നുള്ളത് മാലോകർക്കെല്ലാം അറിയാം. ആ ക്ഷേത്രം ഒരു ഘട്ടത്തിൽ രാജവംശം വന്നപ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ അധീനതയിലാവുകയും പിന്നീട് തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെയും പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലേക്കാവുകയും ചെയ്തു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, എനിക്ക് ഇന്നലെ കത്ത് ലഭിച്ചിട്ടുണ്ട്. ആ കത്തില് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയാണ് കത്ത് തന്നിരിക്കുന്നത്.
കത്ത് തന്നിരിക്കുന്നത് ഈ സമൂഹം ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. 1950 കൊച്ചുരാമൻ കേളൻ തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായിട്ടുള്ള TK നാരായണപിള്ളയ്ക്ക് സമർപ്പിച്ച ഒരു സമഗ്ര നിവേദനമുണ്ട്. 10-15 മഹാക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതില്. അതുമെല്ലാം തിരുവിതാംകൂർ കൊട്ടാരവും അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കും ഇത് വരികയാണ്. അപ്പൊ സർക്കാരിന്റെ അധീനതയിലേക്ക് വന്ന ഈ ക്ഷേത്രങ്ങളിൽ ഈ സമൂഹത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം. ആ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അന്ന് മുതലേ ഇന്നിപ്പോ 75 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ സംഗമമാണല്ലോ പമ്പയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചത് നിങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സമൂഹത്തിന്റെ നീറുന്ന നിരവധി ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഇത് സംഗമത്തെ കുറിച്ചല്ലേ ഈ ചർച്ച, അതിലല്ലയോ താങ്കൾ അഭിപ്രായം പറയേണ്ടത്. ഞങ്ങൾക്ക് സമുദായത്തിന് പറയേണ്ട കാര്യം സംഗമത്തെ കുറിച്ചല്ല, സമുദായത്തിന് അതിന്റെ അവകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അവിടെ പങ്കെടുക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ കാര്യങ്ങളല്ലല്ലോ. മുമ്പ് ഇവിടെ ചരിത്രകാരനായിട്ടുള്ള സുബിൻ വി അനിരുദ്ധൻ അടിവരകിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൊന്നമ്പലം വീട്ടില് പൂജ നടത്തിക്കൊണ്ടിരുന്ന, മകരവിളക്ക് തെളിച്ചുകൊണ്ടിരുന്ന കൊച്ചുരാമൻ കേളൻ, പൊന്നമ്പലം വീട്ടിലെ കാണിക്കാരനായിട്ടുള്ള പുത്തൻ വീട്ടിൽ കുഞ്ഞൻ, ഈ പുത്തൻ വീട്ടിൽ കുഞ്ഞനെ കുറിച്ച് കൊച്ചുരാമൻ കേളൻ പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തെ മർദ്ദിച്ച് അവിടെ നിന്ന് ഓടിച്ചു. നാം ലോകരായിട്ടുള്ള വിശ്വാസികളുടേതായിട്ടുള്ള ലോകം ഒരു കാര്യം മനസ്സിലാക്കണം. കരിമലയിലെ ക്ഷേത്രം നിർമ്മിച്ചത് സംബന്ധിച്ച് പറഞ്ഞു, ഈ കരിമലയിലെ ആരാധനാ കേന്ദ്രം ഏതോ ശക്തികൾ അടിച്ചു തകർത്തു. മലയരയ മഹാസഭ പരമ്പരാഗത തീർത്ഥാടന പാത എന്ന് പറഞ്ഞാൽ എരിമലയിൽ നിന്ന് കോയിക്കക്കാവിലെത്തി, കാളകട്ടിയിലെത്തി, അഴുതക്കടവിൽ നിന്ന് കല്ലെടുത്ത് കല്ലിടാൻകുന്നിൽ കയറി കല്ല് നിക്ഷേപിച്ച് കരിമലയിലെത്തി പ്രാർത്ഥന നടത്തി പമ്പ വഴി ശബരിമലയിലെത്തുന്നതാണ് യഥാർത്ഥ പാത, തീർത്ഥാടന പാത. ആ പാത എത്ര വർഷം അടച്ചു വെച്ചെന്നറിയാമോ? ആ പാത അടച്ചപ്പോൾ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിനോട് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് ചരിത്ര സ്മാരകങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ഇനി അടിച്ചു തകർക്കപ്പെടും. അതില്ലാതായി കഴിഞ്ഞാൽ ശബരിമല കേവലമായിട്ടുള്ളൊരു ക്ഷേത്രമല്ല, 41 ദിവസത്തെ കഠിന വ്രതാനുഷ്ഠാനത്തോട് എത്തുന്ന ലോകത്തിലെ തന്നെ മഹാക്ഷേത്രമാണ്. വിശ്വോത്തരമായ ആധ്യാത്മികതയാണ് ശബരിമല ലോകത്തിന് പകർന്നു നൽകുന്നത്. എന്നാൽ കരിമലയിലെ ആരാധനാ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ടു. ഇതിനെതിരെ മലയരയ മഹാസഭ പരാതിയുമായി പോയി. ആ പരാതി ഉന്നത അധികാരികൾക്ക് കൈമാറി. അവസാനം പരാതി കൊടുത്തവർ പ്രതികളാണെന്നുള്ള നിലയിലാണ് അന്വേഷണ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 വർഷം മുമ്പ് വരെ സംഭവിച്ചത് അതാണെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ലോകം മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് എന്തുമാത്രം ആക്രമണങ്ങളും അതിക്രമങ്ങളും ഈ സമൂഹത്തിനെതിരെ നടത്തിയിരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സാഹചര്യത്തിൽ പമ്പ സംഗമത്തില് സർക്കാർ വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സമുദായത്തിന് യാതൊരു വിധ പ്രശ്നമുള്ള കാര്യമല്ല. സമുദായത്തിന് അറിയേണ്ടത് നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട ഒരു സമുദായമുണ്ട്. അത് ഈ രാജ്യത്തെ 10,000-കണക്കിന് വരുന്ന മലയരയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർ മഹാക്ഷേത്രത്തിന്റെ മഹാപാരമ്പര്യമുള്ള സമുദായമാണ്. ശ്രീ പി കെ സജീവ്, ഈ മലയരയ സഭ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ നമുക്കറിയാമല്ലോ ശബരിമല ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ച സംഭവം 1950-ൽ, അതേപ്പറ്റി അന്വേഷണം നടത്തിയ കമ്മീഷന്റെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കും എന്ന പ്രഖ്യാപനം EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ നടത്തുകയും അങ്ങനെയാണല്ലോ 1957-ൽ ഇവരെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം പിന്നീട് ആ റിപ്പോർട്ട് സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ കേരളത്തിൽ അധികാരത്തിലിരുന്ന 2 സർക്കാരുകളും തയ്യാറായിട്ടില്ല. അപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ ആസന്നമാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരില്ലേ? അല്ല, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാലോകർക്കറിയാം. വിശ്വാസ കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയം എന്താണെന്നുള്ളത് മാലോകർക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കും, നമ്മളത് നോക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസറിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ മകരവിളക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് മലയരയ സമുദായത്തിന് അത് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞത് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള P. രാമവർമ്മ രാജ 2012-ൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആദരണീയനായ കേരളത്തിലെ ആധ്യാത്മിക തേജസ്സായിട്ടുള്ള
ആചാര്യനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ അവറുകൾ പറഞ്ഞിട്ടുണ്ട്. തന്ത്രി കണ്ഠരര് മഹേശ്വരര് 2011 പറഞ്ഞിട്ടുണ്ട്. നളിനാക്ഷൻ നായർ മുൻ കമ്മീഷണറായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന നളിനാക്ഷൻ നായർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണമുണ്ട്. അവിടെ ആ ക്ഷേത്രം പൊന്നമ്പലമേട്ടിലെ മഹാക്ഷേത്രം തകർന്നടിച്ചപ്പോൾ വീണ്ടും അവിടുത്തെ മലയറിയ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ അവിടെ വന്ന് പൂജ നടത്തിയിരുന്നെന്നും പിന്നീട് അവരെ ഇവിക്റ്റ് ചെയ്യുകയായിരുന്നെന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഓ രാജഗോപാൽ അവർകൾ 2011 തന്നെ പറയുന്നുണ്ട്. ഇത്രയും ആളുകൾ പറഞ്ഞിട്ടും ഈ തന്ത്രിമാര് അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ട് ഈ രാജ്യത്തെ മന്ത്രിമാർക്ക് എന്തായാലും അംഗീകരിച്ചുകൂടെ? അത് നടപ്പിലാക്കിക്കൂടെ? അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സമുദായത്തിന് ഇവിടെ ശക്തമായ തീരുമാനമുണ്ട്. സമുദായത്തിന്റെ അഭിപ്രായങ്ങൾ പറയാൻ ഇന്ന് ഞങ്ങൾ മാത്രമല്ല മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആദരണീയനായ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീ പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ മേഖലയിൽ നിന്ന് അതിശക്തമായ പി ശ്യാംരാജ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സാധ്യതയായി മാറുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചിട്ട് ഇവർക്ക് എന്താ കാര്യമിരിക്കുന്നത്? ദേവസ്വം ബോർഡ് ഒരു കാര്യം ഒരു മിനിറ്റ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ദേവസ്വം ബോർഡ് ഇന്ന് സാമ്പത്തികമായി നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സമുദായം നിർമ്മിച്ച മഹാക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം മാത്രമാണ്. ഞങ്ങളിവിടെ വരുമാനത്തിന് വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളിവിടെ ഞങ്ങളുടെ ആചാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള ശക്തമായ ആവശ്യമാണ്. അതിന് ഞങ്ങൾ ആരുമായിട്ടാണെങ്കിലും സഹകരിച്ചുകൊണ്ട് പന്തളം കൊട്ടാരമായിട്ട് സഹകരിച്ചുകൊണ്ടും അതുപോലെ വിവിധ ഹൈന്ദവ സംഘടനകളുമായിട്ട് സഹകരിച്ചുകൊണ്ടും നിലപാട് വ്യക്തമാണ്. മലയറിയ മഹാസഭയുടെ നിലപാട് അദ്ദേഹം ജനറൽ സെക്രട്ടറി തന്നെയായിട്ടുള്ള PK സജീവ് അദ്ദേഹം അടിയുറച്ചു പറയുന്നു. അതായത് പൊന്നമ്പലമേട്ടിൽ സ്വാമി അയ്യപ്പൻ്റെ മഹാക്ഷേത്രമായ ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുവാനുള്ള അവകാശം ഉൾപ്പെടെ മലയറിയ മഹാസഭയ്ക്ക് തിരികെ നൽകണം എന്നതാണ് മലയറിയ മഹാസഭ വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. കാരണം 1950 മുൻപ് അവിടെ മകരവിളക്ക് തെളിയിച്ചിരുന്നത് മലയറിയ മഹാസഭയോ അല്ലെങ്കിൽ അവരുടെ പൂർവികരായിട്ടുള്ള ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോ ആയിരുന്നു. അതിനാൽ ശബരിമല ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള മലയറിയ വിഭാഗം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ കൂടി അവിടെ ചർച്ച ചെയ്യണം എന്ന നിലപാടാണ് മലയറിയ മഹാസഭയുടെ നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അനുനയ നീക്കവുമായി ദേവസ്വം ബോർഡ് ഓടി നടക്കുകയാണ്. കാരണം ഈ മാസം 22-ന് പന്തളത്ത് ഹൈന്ദവ സംഘടനകളുടെ വിശ്വാസികളുടെ വലിയൊരു ബദൽ സംഗമം നടക്കാൻ പോകുന്നു. അവിടേക്ക് അയ്യപ്പ ഭക്തരുടെ ഹൈന്ദവ സമൂഹത്തിന്റെ വലിയ ഒഴുക്ക് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ ഇപ്പോൾ 20-ാം തീയതി നടക്കാനിരിക്കുന്ന പരിപാടി എങ്ങനെയെങ്കിലും പൊളിയാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്നാണ് കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങൂർ റിപ്പോർട്ട് ചെയ്യുന്നത്.